Watch full episodes on Jio Hotstar. കൂട്ടുകാരെ കെമിക്കൽ റെഡി ആയിരിക്കുന്നു. ഇനി ഇത് മിക്സ് ചെയ്ത് ആന്റിഡോട്ട് ചെയ്യേണ്ടതേ ബാക്കിയുള്ളൂ. എന്താ ഇത് ബോക്സർ ഏട്ടനെ പോലും സോംബിയാക്കി മാറ്റിയോ? ബോക്സറേട്ടാ, നിങ്ങൾക്ക് നാണോ മാനവും ഇല്ലേ? ഇവരുടെ ഒക്കെ കൂടെ കൂടിയിട്ട് നിങ്ങളുടെ അയൽവക്കക്കാരെ തന്നെയാണോ കടിക്കാൻ വന്നിരിക്കുന്നത്? മിണ്ടാതെ ഈ വശത്തേക്ക് വന്നോ, പറയുന്ന കേക്ക്. ചായക്കാരൻ ചേട്ടാ, അതേ അങ്ങോട്ട് പോയി നിൽക്കുക, അല്ലെങ്കിൽ ഒരൊറ്റ ഇടിക്കാൻ വെച്ചേരും. നിങ്ങളുടെ പെർമനന്റ് കസ്റ്റമർ ആയിട്ട് നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? പൊളിച്ചെടുത്തല്ലോ. ഇവർക്ക് വേണ്ടിയുള്ള ആന്റിഡോട്ട് കിട്ടിയല്ലോ. ഇവരെ ദേഷ്യപ്പെട്ടാൽ കുട്ടികളെ പോലെ കരയാണല്ലോ. ഒരു കാര്യം പറഞ്ഞേക്കാ, എന്റെ കൂട്ടുകാരെ തൊട്ട് കളിച്ചാണ്ടല്ലോ. പൊളിച്ചെടുത്തല്ലോ. ഞാൻ കരഞ്ഞതിന് ശേഷം നേരത്തെ ഉള്ളതിനേക്കാളും ദേഷ്യമാണല്ലോ കാണിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? ഐഡിയ. ഡോക്ടർ ജഡ്ക അദ്ദേഹത്തിന്റെ കെമിക്കൽ ബാഗിൽ വെക്കട്ടെ. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഓടാൻ നോക്കാം. എല്ലാവരും ഒന്നിച്ചിട്ട് ഇവരെ ഉച്ചത്തില് ചീത്ത പറയാം. ശബ്ദം ഉണ്ടാക്ക്. കേട്ടവരെ, നിങ്ങളെ ഞങ്ങള് വെറുതെ വിടില്ല. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ നേരിടും. ലാബിനകത്തേക്ക് വരാനുള്ള ധൈര്യമായോ? മര്യാദക്ക് പോയി അവിടെ എവിടെങ്കിലും നിന്നോളൂ. ഇവന്മാരെന്റെ ലാബ് നശിപ്പിക്കുന്ന തോന്നുന്നേ. വേഗം വിട്ടോ. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ജഡ്ക, ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ ലാബ് മുഴുവനും കത്തിച്ചാമ്പലായിട്ടാ. എന്റെ ചങ്കേന്റെ ബ്രോ, ഞാൻ കെമിക്കല് കൊണ്ടുവന്നതൊക്കെ സത്യ. പക്ഷേ ഇത് ഉപയോഗിച്ച് ഒരു സോമിനെ മാത്രമേ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. ലാബ് മൊത്തം നശിച്ചു പോയി. ഇനി എന്നെ കൊണ്ട് കെമിക്കൽ ഉണ്ടാക്കാനും പറ്റില്ല. ഡോക്ടർ ജഡ്ക, വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്ക്. കെമിക്കൽ ഉണ്ടാക്കാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്ക്. എന്റെ ചങ്ക, എന്റെ ബ്രോ, ഈ കെമിക്കലല്ലേ ഒരു ഫ്രൂട്ടിനെ പ്രോസസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ആ ഫ്രൂട്ടിന്റെ പേരാണ് ഗോവ. അത് നമുക്ക് ലോൺലി ഐലാൻഡിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഗോവ ഫ്രൂട്ട്. ലോൺലി ഐലൻഡോ? അതെവിടെയുള്ളത്? കമൽപൂരിന്റെ തൊട്ടടുത്ത ഒരു കടലില്ലേ, അതിന്റെ അപ്പുറത്തുള്ള കരയിൽ നിന്നും 100 കിലോമീറ്റർ അകത്തേക്ക് ചെന്നാലേ അതിന്റെ തൊട്ടടുത്ത് ഒരു ഐലാൻഡ് പോലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിനെ ലോൺലി ഐലൻഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായി? പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അങ്ങോട്ട് തന്നെ പോകാം. പെട്ടെന്ന് ഫ്ലൈയിങ് ഹെൽമെറ്റ്സ് എടുക്ക്, എന്നിട്ട് അത് ഇട്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പറക്കാം. ചില ചങ്കേന്റെ ബ്രോ, സോംബീസ് ലാബിനകത്ത് വന്ന ഉടൻ തന്നെ നമ്മൾ പുറത്തേക്ക് വന്നില്ലേ, ഞാൻ അവിടുന്ന് ജെറ്റ് പാക്സും ഫ്ലൈയിങ് ഹെൽമെറ്റ്സ് ഒക്കെ എടുക്കാൻ മറന്നു പോയി. അപ്പോഴത്തെ ധൃതിയിൽ ഞാൻ എന്റെ ഫ്ലൈയിങ് കാർ എടുക്കാനും മറന്നു. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കാറിൽ കയറി വന്നു. മോട്ടു, സോംബീസ് നമ്മളെ തെരഞ്ഞിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കാം. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ആദ്യം നമുക്ക് കമൽപൂർ വരയ്ക്കും പോകാം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. അയ്യോ, എന്താ ചെയ്യാ? സോംബി ഫ്രീ സോണോ? വാ, നമുക്ക് ഈ സോംബി ഫ്രീ സോണിലേക്ക് കയറാം. എന്തേ? പക്ഷേ ഈ ബോർഡ് ഇവിടെ വെച്ചത് ആരാണ്? എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. നമുക്ക് ബോർഡ് ഫോളോ ചെയ്യാം. വാ, പോവാം. എന്റെ പത്ലു, ജനങ്ങളെ ഒന്ന് വിശ്വസിക്കാൻ പഠിക്ക്. അങ്ങോട്ട് നോക്കൂ, ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നെന്ന് വായിക്ക്. നമ്മളെ രക്ഷിക്കാനായിട്ട് സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യ രൂപത്തിൽ വന്നിരിക്കുകയല്ലേ, അത് മനസ്സിലാക്ക്. എന്റെ പത്ലു, വലിയേട്ടാ, ഈ ബംഗ്ലാവിനകത്തിരുന്ന് വലിയേട്ടൻ സാവകാശത്തോടെ ആന്റിഡോട്ട് ഉണ്ടാക്ക്. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോംബി ഫ്രീ സോൺ.
വെൽക്കം വെൽക്കം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. വരൂ, എല്ലാവരും ഇങ്ങോട്ട് ഇരിക്കൂ. ഞങ്ങളുടെ ബോസ് അതാ അവിടെ ആ സ്ഥലത്ത് വന്നിരിക്കും. പൊളിച്ചെടുത്തല്ലോ. ഞങ്ങളുടെ ലീഡർ മോട്ടു ആണ് കേട്ടാ. മോട്ടു ചെന്ന് ഇരിക്കവിടെ. ചിക്കൻ കബാബ്. വരൂ, എന്തെങ്കിലും കഴിക്കൂ, സോംബിയായി മാറൂ. അല്ല, ഇത് സുബ്ബാലയാണല്ലോ. എന്റെ അമ്മോ, ഇയാള് ശരിക്കും ഒരു അലവലാതെ ആണെങ്കിലും ഞാൻ എന്താ ചെയ്യാ, എന്റെ ബോസായി പോയല്ലോ. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലേ. ആരെല്ലാം കിട്ടിയത്? ചിക്കൻ ലോലിപോപ്പ്. ചിക്കൻ കബാബ്. വരൂ, വെൽക്കം വെൽക്കം. സോംബി മീറ്റ് അഗൈൻ. ആവശ്യമില്ലാതെ ആന്റിഡോട്ട് ഉണ്ടാക്കാനായിട്ട് എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ആന്റിഡോട്ട് കൊണ്ട് കുറച്ച് ആൾക്കാരെ മാത്രമേ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയൂ. എല്ലാവരെയും നേരെയാക്കാൻ കഴിയില്ല. എല്ലാവരെയും നേരെയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്റെ കഥ കഴിക്കണം. പക്ഷേ നിങ്ങൾക്ക് അതിന് കഴിയില്ല. കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ കഥ കഴിക്കാൻ പോവുകയാണ്. അല്ല, ഇതെന്തായി സംഭവിക്കുന്നേ? ഞാൻ എന്തിനാ ആ വശത്തേക്ക് പോകുന്നേ? എന്റെ ഗസീട്ടാറാമ ലീഡറാക്കി എന്നെ പെടുത്തിയില്ലേ? ഈ കാരണം ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ എത്ര തവണ പറഞ്ഞിട്ട് നിനക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പൊ ചെന്ന് അനുഭവിച്ചോ. സോമാന ചേട്ടാ, നിങ്ങളൊരു വലിയവനാണ്, ശക്തിമാനുമാണ്. എന്നിട്ടും ഞങ്ങളെ പോലുള്ള ദുർബലന്മാരെ എന്തിനാണ് തിന്നാൻ ആഗ്രഹിക്കുന്നത്? എന്റെ അമ്മോ, മോട്ടു മഹാൻ, പിന്നെ ശക്തിമാൻ, അത് നീയാണല്ലോ. നീ ഇവരുടെ സോംബി ആർമിനെ തൂന്നി അലക്കുന്ന പോലെ അലക്കിയത്. ഇയാള് ശക്തിമാനൊന്നല്ല, ഇയാള് ഈ സോംബി ലോകത്ത് ഇങ്ങനെ ചാടി ചാടി ഓടി ഓടി അവരുടെ അടി വാങ്ങി വന്ന ആളാണ്. എന്റെ അമ്മോ, വേണ്ട. താൻ ആറ് ഭാഗത്തെന്ന് ആദ്യം പറയേ. അത് ശരി. വരൂ. മോട്ടു, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ വലിയൊരു മഹാനാണ്, വലിയ ശക്തിമാനും കൂടിയാ. അതുകൊണ്ടാണ് സോംബി വേൾഡിന്റെ രാജാവ് അസൂയ സഹിക്കാൻ വയ്യാതെ എന്നെ ഓടിച്ചത്. എന്റെ പവർ എന്താണെന്ന് നിനക്കറിയാമോ? സോംബീസ് എവിടെയാണെന്ന് എനിക്ക് കണ്ണടച്ചുകൊണ്ട് പറയാൻ കഴിയും. അവരെ കാണാനും കഴിയും. എന്റെ മൈൻഡ് പവർ കൊണ്ട് എനിക്ക് അവരെ കമാൻഡ് ചെയ്യാനും കഴിയും. അവരെന്റെ വാക്കുകൾ അനുസരിക്കുകയും ചെയ്യും. എന്റെ അമ്മോ, ഇയാൾ ആരെ വേണമെങ്കിലും സോംബിയാക്കി മാറ്റും. എന്നിട്ട് അവർക്ക് ഓന്തിന്റെ ഗുണാതിശയങ്ങൾ വന്ന് ചേരും. പക്ഷെ അതൊക്കെ വന്നിട്ട് എന്ത് കാര്യം? ഇതൊക്കെ ഉണ്ടായിട്ട് പോലും എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം ഇദ്ദേഹം സോംബി ലോകത്ത് ചാടി ചാടി ഇങ്ങനെ ഓടി ഓടി. വേണ്ട, എന്റെ അമ്മോ, സത്യം പറയ്, നീ ആരുടെ ഭാഗത്താണ്? എന്റെ ഭാഗത്താണോ അതോ ഇവരുടെ ഭാഗത്താണോ? ഞാൻ ഇവരോടൊപ്പം തന്നെ ഉള്ളത്. സോമാല ചേട്ടാ, ഇപ്പൊ എന്താ ഈ ചെയ്തോണ്ടിരിക്കുന്നത്? എന്റെ പുറത്ത് എന്തിനാ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്? ഇതിനെ ഫർണിഷിംഗ് എന്ന് പറയും. അതെ, ഇതിന് ഫർണിഷിംഗ് എന്നല്ല പറയാ, കർണിഷിംഗ് എന്നാ പറയാ. എന്റെ അമ്മോ, എനിക്ക് പ്ലെയിൻ ആയിട്ട് കഴിക്കുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. പത്ലു, ഇയാളെന്നെ തിന്നാൻ പോവാ. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നീ എന്തെങ്കിലും ഒന്ന് ആലോചിക്കടാ. ഒന്ന് പെട്ടെന്നാവട്ടെ. ഐഡിയ. സുംബാല ചേട്ടാ, മോട്ടുവിന്റെ അവസാനത്തെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തേക്ക്. എങ്ങനെയും അവൻ അകത്ത് പോകാനുള്ളതല്ലേ? അകത്തോ? അകത്തെങ്ങോട്ടാ പത്ലു? നീ എന്താ ഉദ്ദേശിച്ചേ? അദ്ദേഹത്തിന്റെ വയറ്റിനകത്തേക്കാ മോട്ടു. സോമാല ചേട്ടാ, നിങ്ങൾക്ക് എന്നെ കഴിക്കുന്നതിനോടൊപ്പം മെഴുകുതിരി തീപ്പെട്ടി കഴിക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ ഇരുട്ടത്ത് കത്തിക്കാനും പറ്റുമല്ലോ. എടാ, എന്തിനാടാ വെറുതെ പേടിപ്പിക്കണേ? അവസാനത്തെ ആഗ്രഹം എന്താണ്? എനിക്ക് അവസാനമായിട്ട് യാതൊരു ആഗ്രഹവും ഇല്ല. എന്നെ വെറുതെ വിട്.
അവന് നാണമായിട്ടാണ്. പറ്റുമെങ്കിൽ അവന് സമൂസ കൊടുക്കൂ. അത് മാത്രമാണ് അവൻ അവസാനമായിട്ടൊരു ആഗ്രഹമായിട്ടുള്ളത്. എടാ ഇവനാ എന്റെ ജീവൻ പോകാൻ പോവാ. നിനക്കാണ് അവിടെ കളി തമാശ. ഈ ഒരു അവസ്ഥയില് നീ എനിക്ക് സമോസ പറഞ്ഞു തരുവാണോ? ഓ ഒരു സമൂസ എടുത്തോണ്ട് വാ. അതുവരെ ഞാൻ ഇവനെ കുറച്ചുകൂടി ഗാർണിഷിംഗ് ചെയ്യട്ടെ. മോട്ടു സമൂസ കഴിക്കേ. ഇല്ല ഞാൻ കഴിക്കില്ല, കഴിക്കില്ല. എടാ പത്ലു, നീ ഇത്രയും വലിയ ദുഷ്ടൻ എങ്ങനെയാണ് ആയത്? എന്നെ രക്ഷപ്പെടുത്തുന്നതിന് പകരം നീ എന്നെ സമോസ തീറ്റിക്കുകയാണോ ഈ അവസ്ഥയില്? അത് സമോസ കഴിക്കേ. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ ഞാൻ കഴിക്കില്ല, 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 കഴിക്കില്ല. നിങ്ങൾ എല്ലാവരും വെറുതെ മിണ്ടാതിരുന്ന കാഴ്ച കാണ്. എന്നെ ഇയാള് കടിച്ചു തിരുന്ന കാഴ്ച. മോട്ടു എന്താ സമോസ കഴിക്കാത്തതിന്റെ കാരണം എന്നറിയോ? നിങ്ങൾ സമോസ ചട്ടണിയിൽ ഇങ്ങനെ മുക്കിയിട്ട് കൊടുത്തിട്ടില്ല. മോട്ടു ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്ക്. വേഗം സമൂസ കഴിച്ചിട്ട് പണി തുടങ്ങ്. ഓ അപ്പൊ അതാണ് കാര്യമല്ലേ? ചേട്ടാ ഞാനിത് നേരത്തെ ചിന്തിച്ചു പോലും ഇല്ലല്ലോ. സോറി സോറി. ഇവന് സമൂസ കൊടുക്കണ്ട, എന്തോ പ്രശ്നമുണ്ട്. ഇനി അലക്ക് തുറക്കാൻ പോവാ. ഇന്നാ എന്റെ സ്പെഷ്യൽ പഞ്ചു പിടിച്ചോ. എന്റെ അമ്മ, ഇങ്ങനത്തെ ഒരു മഹാബലിയെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടാവുക. അതെ മോട്ടു പത്ലു, നിങ്ങളുടെ സോബ ഗ്രൂപ്പിനെ തുണി അലക്കുന്നത് പോലെ വീണ്ടും അലക്കാൻ പോവാണ് കേട്ടാ. ശരിക്കും നീ ആരുടെ ഭാഗത്താണ്? അവരുടെ ഭാഗത്ത് തന്നെയാ. അല്ലല്ല, ഞാൻ എപ്പോഴും നിങ്ങളുടെ ഭാഗത്താണ് ഉണ്ടാവുക. എന്റെ സോംബി സൈന്യങ്ങളെ, ഇവരെ പിടിക്കേ. ഇവരെല്ലാം സോംബീസ് ആക്കി മാറ്റണം. Yes. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മോട്ടു പത്ലുവിന്റെ ഉന്നം പിഴക്കില്ല. അത് ഈ സിംഗം ആറ് സൈഡാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പത്ലു ചക്ക കസിട്ടറാ, വാ നമുക്ക് ഓടിപ്പോവാം. ഓടിക്കോ. നിങ്ങൾക്ക് നന്ദിയുണ്ട് മോട്ടു പത്ലു, എന്നും നന്ദിയുണ്ട്. എന്റെ അമ്മോ, എന്റെ കൂടെ നിന്നിട്ട് നീ അവരെ രക്ഷിക്കാൻ നോക്കുകയാണോ? എന്റെ അമ്മോ. മോട്ടു പത്ലു വീണ്ടും നിങ്ങളെ തൂണിട്ട് അലക്കുന്ന പോലെ അലക്കിയില്ലേ? നീ ആരുടെ ഭാഗത്താണ്? അവരുടെ ഭാഗത്തോ അതോ എന്റെ ഭാഗത്തോ? അല്ലല്ലല്ല, ഞാൻ എപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവുക. Watch India's largest kids library only on Jio Hotstar. Download the app now.